എല്ലാവർക്കും മാറ്റ് ബോക്സ് വേർഷൻ ഡിപ്പെൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അതുൽ AKPedia ഇതൊരു വണ്ടിയുടെ റിവ്യൂ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞ 3 വണ്ടിയുടെ മോഡ് റിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ ഇതാണ് വണ്ടി. അതുൽ AKPedia ചെയ്തൊരു വണ്ടിയാണിത്. ഇതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ സൗണ്ടാണ്. നമ്മളെ കേൾപ്പിക്കുന്ന നല്ലൊരു കിടുക്കാച്ചി സൗണ്ടാണ് കേട്ടോ. നല്ലൊരു കിടുക്കാച്ചി സാധനമാണിത്. പിന്നെ നല്ലൊരു സൗണ്ടാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ച് വിശേഷത്തിലോട്ട് പോവാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കാം. നല്ലൊരു കിടുക്കാച്ചി സൗണ്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡോറിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ എല്ലാ വണ്ടിയിലും ഉള്ള ഒരു എയർ ഹോൺ വെച്ചിട്ടുണ്ട്. എയർ ഡോറ് എയർ ഹോൺ അല്ല, എയർ ഡോറ്. പിന്നെന്ന് പറയുമ്പോൾ ഒരു കാര്യം നോക്കുവാണെങ്കിൽ മിനിറ്റ്. അപ്പം നമുക്ക് അകത്തെ കാര്യം നോക്കാം. ഒരു കിടുക്കാച്ചി ഇൻറ്റീരിയറാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ലൊരു കിടുക്കാച്ചി കൊടുത്തിട്ടുണ്ട്. മണ്ടയ്ക്ക് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ അവിടെ 3D മോഡൽ അതുൽ AKPedia താഴെ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ മണ്ടയ്ക്ക് നല്ല ആയിട്ട് സെറ്റ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ വൈപ്പർ വർക്കിംഗ് ആണ്. പിന്നെ മിറർ ഞാൻ കാണിക്കുന്നില്ല, എല്ലാ വണ്ടിയുടെ കൂട്ടുള്ള മിററും വർക്കിംഗ് ആണ്. മിറർ വർക്കിംഗ് ആവാത്ത വണ്ടിയൊന്നും ഇല്ല, അത് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടായിരുന്നു. ഇരുന്നോട്ടെ.
അപ്പം മണ്ടയ്ക്കത്തെ ഉണ്ടാവും, മണ്ടയ്ക്കത്തെ സൗണ്ട് സിസ്റ്റം എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആഘോഷം നോക്കട്ടെ എല്ലാം ഉണ്ടാവും അവിടെ. ആഘോഷം പിന്നെ നൈറ്റ് മോഡ് ഇട്ട് കാണിക്കാനേ പറ്റത്തുള്ളൂ. നൈറ്റ് മോഡ് ആഘോഷം മൊത്തം നൈറ്റ് മോഡിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പം 3 ആനിമേഷൻ കീ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ആനിമേഷൻ കീ ഒന്ന് ഓണാക്കി കൊടുക്കാം. ആദ്യത്തെ ആനിമേഷൻ കീ നമ്മുടെ ഗ്ലാസ് വർക്ക് തന്നെയാണ്. രണ്ടാമത്തെ ആനിമേഷൻ കീ നോക്കാം. രണ്ടാമത്തെ ആനിമേഷൻ കീ അവിടുത്തെ എൻജിൻ കവർ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ മൂന്നാമത്തെ ആനിമേഷൻ കീ നോക്കാം. മണ്ടയ്ക്കത്തെ നമ്മുടെ എന്തുവാ എയർ കയറുന്ന ആ ഭാഗം തുറക്കുന്നതാണ്. 3 ആനിമേഷൻ കീ ഉള്ളു. അപ്പോൾ സസ്പെൻഷനൊക്കെ നമുക്ക് നോക്കാം. സസ്പെൻഷൻ നോക്കാം. നല്ലൊരു സസ്പെൻഷനാണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം വണ്ടി നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷനൊക്കെ നല്ല കുട്ടിക്കാഴ്ചയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഞാൻ റേറ്റൊക്കെ പറയുന്നതാണ്. അപ്പം ഇന്നലെ ഞാൻ റേറ്റ് പറഞ്ഞില്ല. നമ്മുടെ മോഡിംഗ് സിലേംബ്രോയുടെ വണ്ടിക്ക് ഞാൻ റേറ്റ് വെച്ചേക്കുന്നത് 10 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിക്ക് ഒരു നമുക്ക് 10 കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വണ്ടിയായിട്ട് നിർത്തും. അപ്പം നാളെ രാവിലെ നമ്മുടെ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളും എല്ലാം നോക്കാം. വണ്ടി ഒതുക്കി കൊടുക്കാം. അപ്പം നമുക്ക് ലൈറ്റ് ഒതുക്കി നോക്കാം. നമുക്ക് ഹെഡ്ലൈറ്റ് ഓണാക്കിയപ്പോൾ അകത്ത് നമ്മുടെ കുറച്ച് വെച്ച് നമ്മുടെ അകത്ത് KSRTCയിലൊക്കെ നമ്മുടെ പ്രൈവറ്റ് വണ്ടി പോകുമ്പോൾ മണ്ടയ്ക്കൊരു ലൈറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ അത് ഓണാകും. പിന്നെ ടോപ്പ് ലൈറ്റ് ഓണാക്കി നോക്കാം. ടോപ്പ് ലൈറ്റ് ഓണാക്കി അകത്ത് അത് തന്നെ കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ട് ലൈറ്റ് കത്തുന്നുണ്ട് കണ്ടോ. ഇവിടെ പച്ചയും ബ്ലൂവും കത്തുന്നുണ്ട്. പിന്നെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും പച്ചയും ബ്ലൂവും പിന്നെ ഇവിടെ യെല്ലോവും കത്തുന്നുണ്ട് കേട്ടോ. റെഡ് കത്തുന്നില്ല. അത് നമുക്ക് അസാഡ് ഓണാക്കി നോക്കാം. അസാഡ് ഓണാക്കി അപ്പം താഴത്ത് കൊച്ചു ലൈറ്റും കത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വൈപ്പർ ഒന്ന് ഓണാക്കി നോക്കാം. വൈപ്പർ ഓണാക്കി വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതാണ് വണ്ടിയുടെ മോട്ടോർ വ്യൂ. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ നമ്മുടെ അതിലേക്ക് വീഡിയോ ചെയ്ത വണ്ടി തന്നെയാണ്. കോച്ച് ബസ്സാണ്. അപ്പം ഞാൻ ആ വണ്ടി പിന്നെ മണ്ടയ്ക്കത്തെ ഒരു ലൈറ്റും കൂടെ കത്തുന്നുണ്ട്. ടോപ്പ് ലൈറ്റ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവർക്കും ബൈ.